നമസ്കാരം. ആലപ്പി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹൗസ് ബോട്ട് മേഖലയെ തകർക്കുന്ന പോലീസിന്റെ അന്യായ നടപടികളിൽ പ്രതിഷേധം. കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU പണിമുടക്കി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സ്വരമുയർത്തി ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും രംഗത്ത്. ജില്ലയിൽ വ്യാജമദ്യ ഉൽപാദനവും വിതരണവും തടയാൻ പോലീസ് എക്സൈസ് സംഘം പരിശോധന കർശനമാക്കണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടറുടേത്. കാലവർഷം ശക്തം. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ആലപ്പുഴയിൽ കുതിരപ്പന്തി പ്രദേശത്തെ 50ഓളം വീടുകൾ വെള്ളത്തിനടിയിൽ. പ്രദേശവാസികൾ ദുരിതത്തിൽ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ കാർഷിക പണിമുടക്കിന്റെ ശതാബ്ദി സ്മരണാഘോഷം ആലപ്പുഴയിൽ നടന്നു. പരിപാടി ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ. ഞാൻ ആശാ ജയാന്റണി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഹൗസ് ബോട്ട് മേഖലയെ തകർക്കുന്ന പോലീസിന്റെ അന്യായ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ പണിമുടക്കി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി K പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് പ്രസിഡന്റ് K പ്രതാപൻ, PK സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസം മേഖലയെ രക്ഷിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ലൈസൻസിന്റെയും മറ്റും പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്യായ പീഡനം തുടർന്നാൽ അനിശ്ചിതകാല പണിമുടക്കിലേക്കും തുടർ സമര പരിപാടികളിലേക്കും ജീവനക്കാർ നീങ്ങുമെന്നും പ്രവർത്തകർ പറഞ്ഞു. ഹൗസ് ബോട്ട് ഉടമകൾക്കും ജീവനക്കാർക്കും എതിരായുള്ള പോലീസിന്റെ അനാവശ്യ നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ലൈഫ് ജാക്കറ്റ് അപകട സമയത്ത് മാത്രം ഉപയോഗിക്കുന്നതാണെന്നും ബോട്ട് യാത്ര ചെയ്യുന്ന മുഴുവൻ സമയവും ജാക്കറ്റ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. തത്വത്തിൽ കപ്പൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൗസ് ബോട്ടുകളെ പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ഹൗസ് ബോട്ടുകളുടെ പ്രത്യേക നിയമമായ KIV നിയമം പ്രായോഗികമായ രീതിയിൽ ഭേദഗതികളോടെ നടപ്പാക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജില്ലയിൽ വ്യാജമദ്യ ഉൽപാദനവും വിതരണവും തടയാൻ കർശന പരിശോധന നടത്തണമെന്ന പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരോട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ആലപ്പുഴ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മദ്യനിരോധന മോണിറ്ററിംഗ് യോഗത്തിലാണ് കളക്ടറുടെ നിർദ്ദേശം. ഓണം, നെഹ്റു ട്രോഫി, വള്ളംകളി എന്നിവ കണക്കിലെടുത്ത ആഘോഷ ദിനങ്ങളിൽ വ്യാജമദ്യം ഒഴുകുന്നത് തടയാനാണ് പോലീസ് എക്സൈസ് എന്നീ ഉദ്യോഗസ്ഥരോട് പരിശോധന കർശനമാക്കണമെന്ന് ജില്ലാ കളക്ടർ N പത്മകുമാർ നിർദ്ദേശിച്ചത്. കൂടാതെ അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ സ്കൂളുകളുടെ പരിസരങ്ങളിൽ ലഹരി മരുന്നുകളോ പാൻ മസാലകളോ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ N പത്മകുമാർ അധ്യക്ഷത വഹിച്ചു. ADM KP തമ്പി, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഒരിടവേള. കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, ചേർത്തല. സിംഗപ്പൂർ ആസ്ഥാനമായ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മികച്ച ചികിത്സാ സൌകര്യങ്ങൾ. ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി, വന്ധ്യതാ ചികിത്സ, നവജാത ശിശു തീവ്രപരിചരണം, കോസ്മെറ്റിക് സർജറി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ലേബർ റൂമുകളും ICUകളും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ. സാധാരണക്കാരനും താങ്ങാവുന്ന സൌകര്യപ്രദമായ ഡെലിവറി പാക്കേജുകൾ. വിജയകരമായ IVF പ്രൊസീജിയറുകളും ഗൈനിക് സർജറികളും ചുരുങ്ങിയ കാലയളവിൽ. ഇനി താരാട്ടുപാട്ടിന്റെ മൃദുസ്പർശവുമായി വാത്സല്യത്തിന്റെ സുഖനിമിഷങ്ങൾ നൽകി കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഇപ്പോൾ ചേർത്തലയിലും. വാർത്തകൾ തുടരുന്നു. കാലവർഷം ശക്തം. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചത് മൂലം ജില്ലയിൽ കുതിരപ്പന്തി മുലാത്ത് വളപ്പിലെ പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾ വെള്ളത്തിനടിയിൽ. പ്രദേശവാസികൾ ദുരിതത്തിൽ. ജില്ലയിൽ ദുരിതം വിതച്ച മഴ തിമിർത്തു പെയ്യുകയാണ്. തുടർച്ചയായി നിർത്താതെ പെയ്യുന്ന മഴയിൽ ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. കുതിരപ്പന്തി മുല്ലാത്ത് വളപ്പിൽ ചെമ്മാരപ്പള്ളി ചിറയിലും സുബിക്കാട് ചിറയിലുമായി നിരവധി കുടുംബങ്ങളാണ് മഴക്കെടുതി മൂലം വീർപ്പുമുട്ടുന്നത്. പ്രദേശത്തെ 12ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. 50ഓളം കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ്. സമീപത്തുള്ള റാണിത്തോടിൽ മാലിന്യം നിറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് പ്രദേശത്ത് വെള്ളം തളം കെട്ടി നിൽക്കാൻ കാരണമെന്നാണ് നിഗമനം. റാണിത്തോടിന്റെ ഒഴുക്ക് സുഗമമായാൽ പ്രദേശത്ത് ഇപ്പോൾ തളം കെട്ടി നിൽക്കുന്ന വെള്ളം വാടപ്പുഴയിലൂടെ കടലിലേക്ക് പതിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്ഥലത്ത് വന്നിട്ട് ഞങ്ങൾക്ക് ഈ 4 വർഷം കൊണ്ട് ഞങ്ങളുടെ അനുഭവം ഇതൊക്കെ തന്നെയാണ്. ഈ വെള്ളവും ഇതൊക്കെ തന്നെയായിട്ട് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് പാലമില്ലാത്തതും വഴിവിളക്കില്ലാത്തതും കുടിവെള്ളമില്ലാത്തതും ഒക്കെയുള്ള പാട്. പിന്നെ ഈ തോട് ക്ലീൻ ചെയ്ത് തന്നെങ്കിൽ ഞങ്ങളുടെ വെള്ളം കുറേയൊക്കെ അങ്ങ് പോകത്തുള്ളൂ. ഞങ്ങളുടെ പരിസരത്ത്
ഞങ്ങളുടെ വീടുകളിലേക്ക് ഒരു ഇച്ചിരി ഇത് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഈ വെള്ളം ഒഴിഞ്ഞു കിട്ടണം. എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് എന്തായാലും ഞങ്ങൾ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം കൊച്ചു കുഞ്ഞുങ്ങളോളം ഈ വഴി കൂടെ പോകേണ്ടതാണ്. എന്തായാലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ട് ഇവർ വന്നൊരു റീത്ത് വെക്കുക 5000 രൂപ തന്നിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അവരുടെ ജീവൻ അതിന് ആരും രക്ഷിക്കേണ്ടത്. അപ്പൊ ഒരു കാര്യമില്ല. അതേസമയം ഇവിടങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാവുന്ന സ്ഥിതിവിശേഷമാണ്. അടുക്കളയിലേക്കും മുറികളിലേക്കും ഒഴുകിയെത്തുന്ന മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടാൻ പാടുപെടുകയാണ് പ്രദേശവാസികൾ. ജലനിരപ്പ് ഉയർന്നതോടെ യാത്രാ തടസ്സവും ഇവിടുത്തെ ജനങ്ങൾക്ക് ദുർഘടം സൃഷ്ടിക്കുകയാണ്. മുട്ടറ്റം വെള്ളത്തിൽ നീന്തി വേണം അക്കരെ എത്താൻ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഗത്യന്തരമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. വീടുകൾക്ക് മുന്നിൽ തളം കെട്ടി നിൽക്കുന്ന മലിനജലം സാംക്രമിക രോഗഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ജനപ്രതിനിധികൾ ദുരിതബാധിത മേഖല സന്ദർശിച്ചു പോയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇപ്പോഴുള്ള അവഗണന തുടർന്നാൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പൊതുവിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ കാർഷിക പണിമുടക്കിന്റെ 100ാം വാർഷികാചരണവും അയ്യങ്കാളി അനുസ്മരണ സമ്മേളനവും ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ നഗരചത്രത്തിൽ നടന്ന പരിപാടി SUCI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. AIDYO ജില്ലാ സെക്രട്ടറി KR ശശി അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് യൂത്ത് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. AITUCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തൊഴിലാളികൾക്കായുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം മുഹമ്മയിൽ നടന്നു. മുഹമ്മദ് KK നാരായണ സ്മാരക ഹാളിൽ നടന്ന ഐഡന്റിറ്റി കാർഡ് വിതരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം CPI ജില്ലാ സെക്രട്ടറി P. തിലോത്തമൻ MLA ഉദ്ഘാടനം ചെയ്തു. K. ത്യാഗപ്പൻ അധ്യക്ഷത വഹിച്ചു. 100ഓളം തൊഴിലാളികൾക്ക് ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തു. വീണ്ടും ഒരിടവേള. കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, ചേർത്തല. സിംഗപ്പൂർ ആസ്ഥാനമായ കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മികച്ച ചികിത്സാ സൌകര്യങ്ങൾ. ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി, വന്ധ്യതാ ചികിത്സ, നവജാത ശിശു തീവ്രപരിചരണം, കോസ്മെറ്റിക് സർജറി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളും ലേബർ റൂമുകളും ICUകളും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ. സാധാരണക്കാരനും താങ്ങാവുന്ന സൌകര്യപ്രദമായ ഡെലിവറി പാക്കേജുകൾ. വിജയകരമായ IVF പ്രൊസീജിയറുകളും ഗൈനിക് സർജറികളും ചുരുങ്ങിയ കാലയളവിൽ. ഇനി താരാട്ടുപാട്ടിന്റെ മൃദുസ്പർശവുമായി വാത്സല്യത്തിന്റെ സുഖനിമിഷങ്ങൾ നൽകി കിൻഡർ വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ ഇപ്പോൾ ചേർത്തലയിലും. വാർത്തകൾ തുടരുന്നു. CPM നേതാവ് ഹരിപ്പാട് മുൻ MLAമാരെന്ന് അന്തരിച്ച CBC വാര്യരുടെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ബാംഗ്ലൂരിൽ മകൾക്കൊപ്പം കഴിഞ്ഞിരുന്ന CBC വാര്യരെ തിങ്കളാഴ്ച പുലർച്ചെ ദേഹാസ്വസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ബാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ മൃതദേഹം ബാംഗ്ലൂരിൽ നിന്ന് ഹരിപ്പാട് എത്തിക്കുകയും തുടർന്ന് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 11:30യോടെ വിലാപയാത്രയായ മൃതദേഹം ചെമ്പുവശ്ശേരി വാര്യത്തെ വസതിയിലേക്ക് എത്തിച്ചു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. വൈകുന്നേരം 3 മണിയോടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് 3 തവണ MLA ആയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായും KFC സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ച വ്യക്തിയാണ് CBC വാര്യർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൗസ് ബോട്ട് മേഖലയെ തകർക്കുന്ന പോലീസിന്റെ അന്യായ നടപടികളിൽ പ്രതിഷേധം. കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU പണിമുടക്കി ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സ്വരമുയർത്തി ഓൾ കേരള ഹൗസ് ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും രംഗത്ത്. ജില്ലയിൽ വ്യാജമദ്യ ഉൽപാദനവും വിതരണവും തടയാൻ പോലീസ് എക്സൈസ് സംഘം പരിശോധന കർശനമാക്കണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടറുടേത്. കാലവർഷം ശക്തം, വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ആലപ്പുഴയിൽ കുതിരപ്പന്തി പ്രദേശത്തെ 50ഓളം വീടുകൾ വെള്ളത്തിനടിയിൽ. പ്രദേശവാസികൾ ദുരിതത്തിൽ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ കാർഷിക പണിമുടക്കിന്റെ ശതാബ്ദി സ്മരണാഘോഷം ആലപ്പുഴയിൽ നടന്നു. പരിപാടി ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.